പെപ്പെ പിഗ് വന്നിട്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണേ. ദാ സംഭവം സത്യമായിരുന്നു കേട്ടോ. അതാണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ ബോർഡ് കണ്ടോ, ഇതാണ് അവിടെ കൊടുക്കുന്ന ആക്ടിവിറ്റീസ്. ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ വന്ന് വേണം രജിസ്റ്റർ ചെയ്യാൻ. 1 മണിക്കൂറിന് 300 രൂപ എന്തോ ആണ് ചാർജ് ചെയ്യുന്നത്. നിറയെ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ, നിറയെ കുട്ടി പിള്ളേരുണ്ടായിരുന്നു. എല്ലാവരും ക്ഷമയോടെ ഇരിക്കുന്ന പെപ്പെ പിഗിനെ കാണാൻ വേണ്ടിയിട്ടാണേ. അവർക്ക് ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. കുറേ ക്രയോണൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ കളർ ചെയ്യാനും എക്സ്പെരിമെൻറ്റുകളുണ്ടായിരുന്നു. കൊച്ചുങ്ങളെല്ലാം പെപ്പെ പിഗ് എപ്പം വരുമെന്നുള്ള രീതിയിൽ ക്ഷമയില്ലാണ്ടിരിക്കുകയാണ്. അതാ ഇതുവഴിയാണ് പെപ്പെ പിഗ് വരുന്നത്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് കേട്ടോ. പറ്റുമെങ്കിൽ കൊണ്ടുപോകണം. ഇതാ ചെറിയ കുട്ടികൾ നിറയെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കാത്തിരുന്ന പെപ്പെ പിഗും എത്തിയിട്ടുണ്ട്. ഇതാ നല്ല രസമായിരുന്നു കേട്ടോ. രണ്ടുപേരും കൂടെ കാണിക്കുന്നതൊക്കെ കാണാനായിട്ട്. ഇണങ്ങുന്നതും എല്ലാമായിട്ട് നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് എന്ത് രസമായിരിക്കും. അവർ ടി വികളിലൂടെ മാത്രം പരിചയപ്പെട്ടിരുന്ന അവരുടെ മുന്നിലെത്തുമ്പോൾ എന്ത് ഹാപ്പി ആയിരിക്കും. കുറച്ച് നേരം അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടു നിന്നുണ്ട്. എനിക്കൊരു പ്ലെയിങ് കിസ്സൊക്കെ തന്നു. ഞാനും തിരിച്ചൊരു പ്ലെയിങ് കിസ്സൊക്കെ കൊടുത്തു. അല്ല കണ്ടില്ലേ എന്ത് രസമാണ് നോക്കിയേ. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ കുട്ടികൾക്കും ചെറിയ എന്തോ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾ ഗിഫ്റ്റ് മേടിക്കുന്നതിനേക്കാളും കൂടുതലും പെപ്പെ പിഗിൻ്റെ അടുത്ത് പോകാനും ഫോട്ടോസ് എടുക്കാനൊക്കെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുമായിരുന്നു. കുട്ടികളെക്കാളും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് പേരൻസിനായിരുന്നു എന്ന് തോന്നുന്നു. ഈ സമയത്ത് അർത്തനക്കുട്ടനെ മിസ് ചെയ്തു. അർത്തനക്കുട്ടനെ കൂടെ കൊണ്ടുവന്ന് കാണിക്കാനുള്ളായിരുന്നു കേട്ടോ. കൊച്ചുങ്ങളെല്ലാം ഓടി വന്ന് ഗിഫ്റ്റൊക്കെ മേടിക്കുന്നു. ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് കുറേ നേരം നിന്ന് കളിപ്പിച്ചിട്ടൊക്കെയാണ് അവർ ഗിഫ്റ്റൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. നല്ലൊരു പ്രോഗ്രാമായിട്ട് തോന്നി. EMOT കണ്ടക്ട് ചെയ്ത നല്ലൊരു പ്രോഗ്രാം. ഈ വെക്കേഷന് കുട്ടികളെ എൻ്റർടൈൻ ചെയ്യിക്കാനായി വളരെ നല്ലൊരു പ്രോഗ്രാമായിട്ടാണ് തോന്നിയത്. 1 മണിക്കൂർ അവർ ഫുൾ എൻഗേജ്ഡ് ആയിരിക്കും. ഫുൾ ആക്ടിവിറ്റി ഉണ്ടായിരിക്കും. അത് കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ അവരുടെ മുന്നിൽ വരിക. ഇത് കാണുന്ന എല്ലാവർക്കും നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കുട്ടിയെ കണ്ടോ കുറേ നേരം അവർ കളിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഗിഫ്റ്റ് കൊടുക്കാതെ അതിനെ പറ്റിക്കുകയൊക്കെ ചെയ്തു. ഭയങ്കര രസമായിരുന്നു കേട്ടോ നേരിട്ട് കാണാൻ ഇതൊക്കെ. അങ്ങനെ കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടു നിന്നതിന് ശേഷം ഇരുട്ടി തുടങ്ങി എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനും പതിയെ എമോറ്റിൽ നിന്ന് നീങ്ങി. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണും വരെ ടാറ്റാ ബൈ ബൈ. ഓക്കെ സീ യു. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നിറയെ ലൈറ്റ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു എമോറ്റി കാണാനായിട്ട്. എമോറ്റി ആകെ മാറി. നല്ല അടിപൊളി വൈബായി. നമുക്ക് ഫോട്ടോസ് എടുക്കുന്നതിനൊക്കെ നല്ല സ്ഥലങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ നിന്ന് സെൽഫിയൊക്കെ എടുത്ത് കുറച്ച് നേരമായി നോക്കിയൊക്കെ ഇരുന്നതിന് ശേഷം ഞാനും എൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കെ സീ യു.